നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ ഓഹരി വിപണി ആഗോള നിക്ഷേപകർക്കായി ഒരുക്കുന്നത് സുവർണാവസരം. 10 വർഷത്തിനകം ഇന്ത്യൻ വിപണി ശക്തമായ പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഗോൾഡ്മാൻ സാക്സ്. ഇന്ത്യൻ രൂപയുടെ തളർച്ചാക്കാലം അവസാനിച്ചതായി ജെഫ്രീസ്. വരാനിരിക്കുന്ന അനിശ്ചിതത്വങ്ങളെ അതിജീവിക്കാൻ ഇന്ത്യയുടെ മാക്രോ എക്കണോമിക് ഘടകങ്ങൾ സജ്ജം. US ഫെഡ് മിനിറ്റ്സ് വ്യാപാര കരാർ എന്നിവ ഈ ആഴ്ച വിപണിക്ക് നിർണായകമാവും. വരുമാന വളർച്ചാ സാധ്യതയുള്ള സെക്ടറുകളിൽ നിക്ഷേപകർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അനലിസ്റ്റുകൾ. ഇന്ത്യൻ ഓഹരി വിപണിക്ക് മുന്നറിയിപ്പുമായി ICICI ബാങ്കിന്റെ ഗ്ലോബൽ മാർക്കറ്റ്സ്. അടുത്ത സാമ്പത്തിക വർഷം രാജ്യത്ത് വിലക്കയറ്റത്തിന് സാധ്യത. സെപ്റ്റംബറിൽ രാജ്യത്ത് കൽക്കരി ഇറക്കുമതി ഉയർന്നു. ഉത്സവ സീസണിലെ തയ്യാറെടുപ്പാണ് ഇറക്കുമതി വർദ്ധിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ആഗോള നിക്ഷേപകർക്കായി ഒരുക്കുന്നത് സുവർണാവസരമെന്ന് ഗോൾഡ്മാൻ സാക്സ്. 10 വർഷത്തിനകം ഏറ്റവും ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ പോകുന്നത് ഇന്ത്യൻ വിപണിയെന്നും പ്രവചനം. ആഗോള നിക്ഷേപകരെ ആവേശത്തിലാഴ്ത്തുന്ന നിർണായക പ്രവചനമാണ് ആഗോള ധനകാര്യ സ്ഥാപനമായ ഗോൾഡ്മാൻ സാക്സ് നടത്തിയിരിക്കുന്നത്. അടുത്ത ദശകത്തിൽ ഇന്ത്യ അടക്കമുള്ള എമർജിംഗ് വിപണികൾ 10.9% വാർഷിക വരുമാനം ലോകത്തിന് സംഭാവന ചെയ്യും. US വിപണികളുടെ സംഭാവന 6.5% മാത്രമായിരിക്കും. യൂറോപ്പ് 7.1%, ജപ്പാൻ 8.2% സംഭാവന ചെയ്യുക. ഇന്ത്യ അടക്കമുള്ള എമർജിംഗ് വിപണികളുടെ വളർച്ചയുടെ പ്രധാന എഞ്ചിൻ കമ്പനികളുടെ ലാഭ വളർച്ചയാണ്. ചൈനയിലും ഇന്ത്യയിലും കമ്പനികൾ പ്രതി ഓഹരി വരുമാനത്തിൽ ശക്തമായ വളർച്ച രേഖപ്പെടുത്തും. ലാഭ വളർച്ചാ നിരക്കിൽ ഇന്ത്യ ലോകരാജ്യങ്ങളെ മറികടക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ശക്തമായ സാമ്പത്തിക അടിത്തറയും ജനസംഖ്യാപരമായ അനുകൂല സാഹചര്യങ്ങളും കാരണം ഇന്ത്യ 13% CAGR വളർച്ച രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലും ചൈനയിലും നടപ്പാക്കുന്ന നയപരമായ പരിഷ്കാരങ്ങൾ ഓഹരി ഉടമകൾക്കുള്ള വരുമാനം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. നിലവിൽ ഇന്ത്യൻ ഓഹരികളുടെ മൂല്യം ഉയർന്ന നിലയിലാണെങ്കിലും ഇത് ദീർഘകാല വീക്ഷണത്തെ കാര്യമായി ബാധിക്കില്ല. ആഗോള ഓഹരികൾ ശരാശരി 7.7% വാർഷിക വരുമാനം നൽകും. ആഗോള വിപണിയെക്കുറിച്ചുള്ള ഗോൾഡ്മാൻ സാക്സിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ രൂപയുടെ തളർച്ചാക്കാലം അവസാനിച്ചതായി ജെഫ്രീസ്. വരാനിരിക്കുന്ന അനിശ്ചിതത്വങ്ങളെ അതിജീവിക്കാൻ ഇന്ത്യയുടെ മാക്രോ എക്കണോമിക് ഘടകങ്ങൾ സജ്ജമാണെന്നും റിപ്പോർട്ട്. രൂപ ശക്തിയാർജിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഈ വർഷം ആരംഭിച്ച ശേഷം എമർജിംഗ് വിപണി കറൻസികളിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത് ഇന്ത്യൻ രൂപയായിരുന്നു. 2025-ൽ 3.4% ഇടിഞ്ഞ് 88.7 രൂപയ്ക്ക് അടുത്തായിരുന്നു വിനിമയ നിരക്ക്. എന്നാൽ ഈ തകർച്ചയ്ക്ക് ശേഷം രൂപ സ്ഥിരത കൈവരിച്ചു എന്നാണ് ജെഫ്രീസ് വിലയിരുത്തുന്നത്. ഇതിനു പിന്നിലെ പ്രധാന കാരണം ഇന്ത്യയുടെ ശക്തമായ മാക്രോ എക്കണോമിക് ഘടകങ്ങളാണ്. അതായത് ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മി GDPയുടെ 0.5% എന്ന 20 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. 11 മാസത്തെ ഇറക്കുമതിക്ക് മതിയായ $690 ബില്യൺ വിദേശ നാണ്യ ശേഖരവും രൂപയുടെ സ്ഥിരതയ്ക്ക് കരുത്തേകുന്നു. അതേസമയം ശക്തമായ ആഭ്യന്തര നിക്ഷേപ അടിത്തറയും വളരുന്ന സാമ്പത്തിക സൂചകങ്ങളും ചേർന്ന് ഇന്ത്യൻ വിപണിയെ ഒരു സുരക്ഷിത താവളമാക്കി മാറ്റുന്നുവെന്നും ജെഫ്രീസ് വ്യക്തമാക്കി. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരികളിൽ നിന്ന് വലിയ തോതിൽ പണം പിൻവലിച്ച വർഷമാണ് 2025. ഇതുവരെ $16.2 ബില്യൺ പുറത്തേക്ക് പോയത്. എങ്കിലും ആഭ്യന്തര നിക്ഷേപകർ ഈ ഒഴുക്കിനെ അതിജീവിച്ചു. റിപ്പോർട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ ആഗോളതലത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റാലിയുമായി ബന്ധപ്പെട്ടതാണ്. ആഗോള AI വിപണി പെട്ടെന്ന് തകർന്നാൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും AI കേന്ദ്രീകൃത വിപണികൾ സമ്മർദ്ദം നേരിടുകയും ചെയ്യുമെന്നാണ് ജെഫ്രീസ് നിരീക്ഷിക്കുന്നത്. അതായത് ആഗോള വിപണിയിൽ ഇന്ത്യ ഇപ്പോൾ റിവേഴ്സ് AI ട്രേഡ് ആയി മാറിയിരിക്കുകയാണ്. AI ട്രേഡ് തകർന്നാൽ തായ്വാൻ, കൊറിയ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെ മറികടന്ന് ഇന്ത്യ മുന്നേറുമെന്നും റിപ്പോർട്ട് അടിവരയിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
US ഫെഡ് മിനിറ്റ്സ് വ്യാപാര കരാർ എന്നിവ ഈ ആഴ്ച വിപണിക്ക് നിർണായകമാവും. വരുമാന വളർച്ചാ സാധ്യതയുള്ള സെക്ടറുകളിൽ നിക്ഷേപകർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അനലിസ്റ്റുകൾ. ഈ ആഴ്ച ഇന്ത്യൻ ഓഹരി വിപണിയെ നയിക്കാൻ പോകുന്നത് 3 സുപ്രധാന ഘടകങ്ങളാണ്. ആഭ്യന്തര PMI ഡേറ്റ, US ഫെഡ് റിസർവ് മീറ്റിംഗ് മിനിറ്റ്സ്, ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകളിലെ പുരോഗതി എന്നിവയാണവ. വിപണിയുടെ അടുത്ത ചലനം ഇന്ത്യയുടെ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സിനെ ആശ്രയിച്ചിരിക്കും. സേവന മേഖലയിലെയും നിർമ്മാണ മേഖലയിലെയും ബിസിനസ് പ്രവർത്തനങ്ങളുടെ ചിത്രം ഈ ഡേറ്റ നൽകും. അതിനാൽ വരും മാസങ്ങളിൽ വരുമാന വളർച്ചാ സാധ്യതയുള്ള സെക്ടറുകളിൽ ശ്രദ്ധിക്കണമെന്ന് ജിയോജിത്തിലെ വിനോദ് നായർ പറയുന്നു. പലിശ നിരക്കുകളെക്കുറിച്ചുള്ള ഫെഡിന്റെ കാഴ്ചപ്പാടുകൾ രാജ്യാന്തര തലത്തിൽ വിപണികളുടെ ട്രെൻഡ് രൂപപ്പെടുത്തും. ഇന്ത്യ US വ്യാപാര കരാർ ചർച്ചകളിലെ പുരോഗതി IT, ഫാർമ തുടങ്ങി കയറ്റുമതി അധിഷ്ഠിത മേഖലകൾക്ക് നിർണായകമാണ്. കരാർ സംബന്ധിച്ച് ഏത് പുതിയ വിവരവും ഈ സെക്ടറുകളിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പാദഫലങ്ങൾ അവസാനിച്ചതോടെ ഉത്സവ സീസൺ, വിവാഹ സീസൺ എന്നിവയിലെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് സൂചനകളിലേക്കും വിപണി ശ്രദ്ധ തിരിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യൻ ഓഹരി വിപണിക്ക് നിർണായക മുന്നറിയിപ്പുമായി ICICI ബാങ്കിന്റെ ഗ്ലോബൽ മാർക്കറ്റ്സ്. അടുത്ത സാമ്പത്തിക വർഷം രാജ്യത്ത് ഭക്ഷ്യവിലക്കയറ്റത്തിന് സാധ്യതയെന്നും റിപ്പോർട്ട്. ഒക്ടോബർ മുതൽ മാർച്ച് 2026 വരെ മികച്ച മഴയും മെച്ചപ്പെട്ട കൃഷി സാഹചര്യങ്ങളും കാരണം ഭക്ഷ്യവിലക്കയറ്റം നിയന്ത്രണ പരിധിയിലായിരിക്കും. എന്നാൽ കഴിഞ്ഞ വർഷം വിലകൾ അസാധാരണമാംവിധം കുറവായിരുന്നു. ഇത് കാരണം 2027 സാമ്പത്തിക വർഷത്തിൽ വിലക്കയറ്റം ഉയർന്നു കാണപ്പെടും. ഇതിനെയാണ് ബേസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് വിലകൾ വലിയ തോതിൽ ഉയർന്നിട്ടില്ലെങ്കിലും പണപ്പെരുപ്പ നിരക്ക് ഉയർന്നതായി തോന്നാം. ഉയർന്ന വിലക്കയറ്റ ഡേറ്റ റിസർവ് ബാങ്കിന്റെ പലിശ നയത്തെയും ഓഹരി വിപണിയെയും സ്വാധീനിക്കാമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യയിലെ മൊത്തവില സൂചിക 2 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് എന്നാണ് ശ്രദ്ധേയം. അതായത് അടുത്ത വർഷം ഭക്ഷ്യവിലക്കയറ്റം ഉയർന്നാൽ അത് റിസർവ് ബാങ്കിന്റെ പലിശ നിരക്ക് തീരുമാനങ്ങളെ സ്വാധീനിച്ചേക്കാം. പലിശ നിരക്കിലെ മാറ്റങ്ങൾ ഓഹരി വിപണിയിൽ ലിക്വിഡിറ്റിയെയും കമ്പനികളുടെ വായ്പാ ചെലവുകളെയും നേരിട്ട് ബാധിക്കും. അതിനാൽ നിക്ഷേപകർ 2027 സാമ്പത്തിക വർഷം ഭക്ഷ്യവിലയുടെ മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നാണ് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സെപ്റ്റംബറിൽ രാജ്യത്തെ കൽക്കരി ഇറക്കുമതി ഉയർന്നു. ആഭ്യന്തര കൽക്കരി ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ട് കൽക്കരി ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യ സജീവ ശ്രമങ്ങൾ നടത്തുമ്പോഴും ഇറക്കുമതി ഉയരുന്ന സാഹചര്യമാണ് ഉള്ളത്. സെപ്റ്റംബറിൽ രാജ്യത്തിന്റെ കൽക്കരി ഇറക്കുമതി 13.54 ദശലക്ഷം ഉയർന്ന് 22.05 ദശലക്ഷം ടണ്ണായി. ഉത്സവ സീസണിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പാണ് ഇറക്കുമതി വർദ്ധിക്കാൻ കാരണമായത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ ഇറക്കുമതി ചെയ്ത 19.42 ദശലക്ഷം ടൺ കൽക്കരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സെപ്റ്റംബറിലെ ഇറക്കുമതിയിൽ ഗണ്യമായ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. കോക്കിംഗ് ഇതര കൽക്കരി ഇറക്കുമതി ഈ മാസം 13.9 ദശലക്ഷം ടണ്ണായി. 2024 സെപ്റ്റംബറിൽ ഇറക്കുമതി ചെയ്ത 13.24 ദശലക്ഷം ടണ്ണിനേക്കാൾ അല്പം കൂടുതലാണിത്. സ്റ്റീൽ മേഖലയ്ക്ക് അത്യാവശ്യമായ കോക്കിംഗ് കൽക്കരി ഇറക്കുമതി ഒരു വർഷം മുമ്പ് 3.39 ദശലക്ഷം ടണ്ണിൽ നിന്ന് 4.5 ദശലക്ഷം ടണ്ണായി ഉയർന്നു. വിവിധ സർക്കാർ സംരംഭങ്ങളിലൂടെ ആഭ്യന്തര കൽക്കരി ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ട് കൽക്കരി ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യ സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. എന്നാൽ പ്രത്യേക ആവശ്യങ്ങൾക്കായി സ്റ്റീൽ പോലുള്ള വ്യവസായങ്ങൾക്ക് അത്യാവശ്യമായതും ആഭ്യന്തരമായി ലഭ്യത കുറവുള്ളതുമായ ഉയർന്ന ഗ്രേഡ് താപനില കൽക്കരി, കോക്കിംഗ് കൽക്കരി എന്നിവയ്ക്കായി രാജ്യം ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് തുടരുകയാണ്. ടാറ്റ സ്റ്റീലിന്റെയും സെയിലിന്റെയും സംയുക്ത സംരംഭമായ M ജംഗ്ഷൻ സർവീസസ് ആണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സികൾ ഓടുന്നത് നിയമവിരുദ്ധമായിട്ടാണെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. റാപ്പിഡോ മാത്രമാണ് അപേക്ഷ നൽകിയിട്ടുള്ളതെന്നും ഊബറും ഓലയും സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാർ നയത്തിന് രൂപം നൽകിയിട്ടുണ്ട്. അനുവാദം വാങ്ങി ഓൺലൈൻ ടാക്സികൾക്ക് പ്രവർത്തിക്കാം. അല്ലാത്ത പക്ഷം പിടിക്കുമെന്ന് മുന്നറിയിപ്പും മന്ത്രി നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ ഓഹരി വിപണി ആഗോള നിക്ഷേപകർക്കായി ഒരുക്കുന്നത് സുവർണാവസരം. 10 വർഷത്തിനകം ഇന്ത്യൻ വിപണി ശക്തമായ പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഗോൾഡ്മാൻ സാക്സ്. ഇന്ത്യൻ രൂപയുടെ തളർച്ചാക്കാലം അവസാനിച്ചതായി ജെഫ്രീസ്. വരാനിരിക്കുന്ന അനിശ്ചിതത്വങ്ങളെ അതിജീവിക്കാൻ
ഇന്ത്യയുടെ മാക്രോ എക്കണോമിക് ഘടകങ്ങൾ സജ്ജം. US ഫെഡ് മിനിറ്റ്സ്, വ്യാപാര കരാർ എന്നിവ ഈ ആഴ്ച വിപണിക്ക് നിർണായകമാവും. വരുമാന വളർച്ചാ സാധ്യതയുള്ള സെക്ടറുകളിൽ നിക്ഷേപകർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അനലിസ്റ്റുകൾ. ഇന്ത്യൻ ഓഹരി വിപണിക്ക് മുന്നറിയിപ്പുമായി ICICI ബാങ്കിന്റെ ഗ്ലോബൽ മാർക്കറ്റ്സ്. അടുത്ത സാമ്പത്തിക വർഷം രാജ്യത്ത് ഭക്ഷ്യവിലക്കയറ്റത്തിന് സാധ്യത. സെപ്റ്റംബറിൽ രാജ്യത്ത് കൽക്കരി ഇറക്കുമതി ഉയർന്നു. ഉത്സവ സീസണിലെ തയ്യാറെടുപ്പാണ് ഇറക്കുമതി വർദ്ധിപ്പിച്ചത്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.